പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 20 ചൊവ്വ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 13 വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ്കകൊണ്ട് ഉണർന്നിരിപ്പിൻ. ജീവിതത്തിൽ നാം എല്ലാവരും ചിലരുടെ വരവിനായി കാത്തിരിക്കുന്നവരാണ്. ചില കാര്യങ്ങൾ വരാനായിട്ട് കാത്തിരിക്കുന്നവരാണ്. ബസ് വരാൻ കാത്തിരിക്കാറുണ്ട്, ഫലം ലഭിക്കാനായിട്ട് കാത്തിരിക്കാറുണ്ട്, ശമ്പളം വരാനായിട്ട് കാത്തിരിക്കാറുണ്ട്. എന്നാൽ നിത്യജീവിതം തീരുമാനിക്കുന്ന വരവിനായി നാം കാത്തിരിക്കുന്നുണ്ട്. യേശു പറയുന്നു, സമയം അറിയാത്തതിനാൽ നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എപ്പോഴും ജാഗരൂകരായിരിക്കുക. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഒലിവുമലയിലെ യേശുവിൻ്റെ പ്രസംഗമാണ്. തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അവസാന ന്യായവിധിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ യേശു തമ്പുരാൻ 10 കന്യകമാരുടെ ഉപമ പറയുന്നു. എല്ലാവർക്കും വിളക്കുണ്ടായിരുന്നു, എല്ലാവരും മണവാളനെ കാത്തിരുന്നു, എല്ലാവരും ഒരേ സമയം ഉറങ്ങി. പക്ഷെ വ്യത്യാസം ഒന്നായിരുന്നു, 5 were prepared, 5 were careless. 5 പേർ തയ്യാറായിരുന്നു, 5 പേർ അലസരായിരുന്നു. യേശു പറയുന്നു വാച്ച്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സ്പിരിച്വലി അവൈക്ക്, അലേർട്ട് ആൻഡ് ആക്റ്റീവ്. ഇതാണ് ആത്മീയമായി ഉണർവുള്ളവരായി നാം ആയിരിക്കുക എന്ന. അപ്പോൾ പുറമേ കാണുന്ന വിശ്വാസ ജീവിതം മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആത്മീയമായൊരു തയ്യാറെടുപ്പും നമുക്കെപ്പോഴും ഉണ്ടാകണം. എണ്ണയുള്ളപ്പോഴേ വിളക്ക് തെളിയൂ. മണവാളൻ വൈകുന്നു എന്നതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ വിളക്കിൽ എണ്ണ കരുതി ജീവിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്, ചില കന്യകമാർ പറയും, നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് അല്പം തരും. പക്ഷെ ഉത്തരം ഇതായിരുന്നു, സാധ്യമല്ല. ഫെയ്ത്ത് കനോട്ട് ബി ബോറോഡ് എന്നൊരു സത്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസം കടമെടുക്കാൻ കഴിയില്ല. അത് നാം ഓരോരുത്തരും സ്വന്തമായിട്ട് കരുതേണ്ടതാണ്. അതുപോലെ തന്നെ മണവാളൻ ഇവിടെ വൈകുന്നു, എല്ലാവരും ഉറങ്ങി. പക്ഷേ ബുദ്ധിമതികൾ ഉറങ്ങിയത് എണ്ണയോടെ ആയിരുന്നു. അവർ ഉറങ്ങിയെങ്കിലും അവർ വളരെ തയ്യാറെടുപ്പോടെയാണ് ഉറങ്ങിയത്. പ്രശ്നം ഉറക്കമല്ല, പ്രശ്നം എണ്ണയില്ലാതെ ഉറങ്ങുന്നതാണ്. ആത്മീയ ഉണർവോടുകൂടെ, ആത്മീയ ഒരുക്കത്തോടുകൂടെ നാം ജീവിക്കണം എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം മണവാളൻ വരുന്നു, വാതിൽ തുറന്നു. എന്നാൽ പിന്നീട് വാതിൽ അടച്ചു. അവർ നിലവിളിക്കുകയാണ്, കർത്താവെ തുറക്കണമേ. പക്ഷെ മറുപടി, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇതൊരു വേദനാജനകമായ അവസ്ഥയാണ്. ഇതൊരു ഭീഷണിയല്ല, നമുക്കൊരു അത്യാവശ്യ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. എപ്പോഴും തയ്യാറാകുന്ന വിശ്വാസിയായിരിക്കുക. വിളക്ക് കയ്യിൽ പിടിച്ചാൽ മാത്രം പോരാ, എണ്ണ നിറഞ്ഞ ഹൃദയമാണ് ദൈവം അന്വേഷിക്കുന്നത് എന്ന ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ കയ്യിലെ വിളക്കിൽ എണ്ണയുണ്ടോ? ഞാൻ ജാഗ്രതയോടുകൂടെയാണോ, ഒരുക്കത്തോടുകൂടിയാണോ എൻ്റെ ജീവിതം നയിക്കുന്നത്? എൻ്റെ ക്രിസ്തീയതയുടെ പ്രത്യേകത ഒരുക്കമാണോ അതോ അലസതയാണോ? പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സ്നേഹത്തോടെ ഞങ്ങളെ മുന്നറിയിക്കുന്നുവല്ലോ. പുറമെ വിളക്ക് മാത്രമുള്ളവരായല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയാൽ അടിയങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ. നിദ്രയിലായ ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തി നീ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദാസ, ദാസി എന്നുള്ളതായി വിളി കേൾക്കുവാൻ അതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.